അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നവാസിൻ്റെ വിഷമം കണ്ട് ശരിക്കും ഷമ്മാസിനും വല്ലാത്ത ദുഃഖമായി. കാര്യം മറ്റൊന്നുമല്ല, അവൻ്റെ അവസ്ഥ കൊണ്ട് തന്നെ. ജീവിതം അതൊന്നല്ലേ ഉള്ളൂ. അത് സന്തോഷത്തിലും സമാധാനത്തിലും ആവുക എന്നത് അത് നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷേ എന്ത് ചെയ്യാൻ, നവാസിൻ്റെ ജീവിതത്തിൽ വന്നുപെട്ട കാര്യങ്ങൾ അതെല്ലാം കൂടി ആലോചിക്കുമ്പോൾ ടെൻഷൻ ആവുകയാണ്. എന്നാൽ നവാസ് ഷമ്മാസിനോട് പറഞ്ഞു, ഷാമോനെ, എടാ, ഫസീലയുടെ മക്കളെയും കാര്യങ്ങളൊക്കെ നീ നോക്കിക്കോണ്ടേ. ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ, എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ കേട്ടോ. പിന്നെ കുഞ്ഞുണ്ടല്ലോ ഓല കൂടെ. പിന്നെ ഞാനിവിടെ എന്തിനാ വെറുതെ നിൽക്കുന്നത്? എനിക്കിവിടെ എത്തിയ സമാധാനം നഷ്ടപ്പെടുകയാണ്. ഞാൻ പോട്ടടാ കേട്ടോ. നീ നോക്കിക്കോ എല്ലാം. ആവശ്യത്തിന് പൂതിക്ക് 2 ദിവസം കുട്ടികളടുത്തും ഓളടുത്തും നിന്നില്ലേ, നീ ഇൻഷാല്ലാ വരണ്ട്. ഞാൻ മറ്റോളെ കണ്ടുപിടിക്കണം എവിടെ എങ്ങനെ നഷ്ടപ്പെട്ടെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഇത് ഞാൻ അറിഞ്ഞില്ല, മറ്റുള്ളവരുടെ കൂടെ പോയതാണെന്നോ അങ്ങനെയൊക്കെ. പെറ്റ തള്ളങ്ങനെ പറയുമ്പോൾ നമുക്ക് പിന്നെന്താ. എന്നാൽ ഷമ്മാസ് പറഞ്ഞു, ഇക്ക വിഷമിക്കല്ലേ, അവരതല്ല അതിനപ്പുറവും പറയും. കളവ് പറയുന്നത് പേടിയില്ലാത്തവർ എന്തും വിളിച്ച് പറയും. ഇക്ക ഒന്നും കൊണ്ടും വിഷമിക്കല്ലേ കേട്ടോ. ഷാമോനെ, ഞാൻ പോട്ടട. ഞാൻ പെട്ടെന്ന് ഒരു പുതിയ ഷോപ്പിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുക, ഉദ്ഘാടനം കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞ് അവനാണ് എനിക്ക് സാധനങ്ങൾ വരെ സെറ്റാക്കി തന്നത്. ഞാനൊന്നും കൊണ്ടുവരാൻ വിചാരിച്ചിട്ടില്ല. എനിക്ക് നല്ല ടെൻഷനായിരുന്നു എന്താ വിചാരിച്ചിട്ട്. കാരണം ഞാൻ വിചാരിച്ചടാ, ഈ കുഞ്ഞിനെ വിട്ടിട്ട് അവൾ എന്തെങ്കിലും ചെയ്തോ, വല്ല കടുങ്കൈ ചെയ്തോ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചടാ. സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഇനി എന്താ സംഭവിച്ചു എന്നുള്ളത്. പക്ഷേ ഇത് കേട്ടപ്പോൾ എനിക്ക് അവളോടുള്ള സ്നേഹം തന്നെ അങ്ങ് മാറി. സൗദ നല്ലതൊക്കെ തന്നെയായിരുന്നു, എന്താ ചെയ്യാം, സാരല്ല. എന്നാൽ ഉമ്മാക്ക് നവാസ് അങ്ങനെ സങ്കടപ്പെട്ടിട്ട് യാതൊരു സമാധാനവും ഇല്ല. മോനെ നവാസ്, ഇങ്ങോട്ട് ഇറങ്ങി വന്നാ, അതിൻ്റെ മേലെ കയറിപ്പോയിരിക്കണേ, ഇവിടെ വാ. ഇക്കക്ക ഉമ്മ വിളിക്കുന്നുണ്ട്. അതോ ഷമ്മാസും നവാസും താഴേക്ക് ഇറങ്ങി വരുന്നു. ഐഷുമ്മ ചോദിച്ചു, എന്താ ഏട്ടനും അനിയനും കൂടി വലിയ സ്വകാര്യം പറിച്ചില്ലേ? അല്ല, അത് ഉമ്മ, ഞാൻ മടങ്ങി പോവാണ്. എന്താ എൻ്റെ പൊന്നാര നവാസേ അനക്ക്? ഇജ്ജ് വന്ന് 2 ദിവസമായപ്പോൾ തിരിച്ചു പോവേ? അനക്കിവിടെ ഒരു പെണ്ണുങ്ങളും കുട്ടികളും ഒന്നും ഇല്ലേ? ഓലം വിട്ടിട്ട് പോവുക? വന്ന് 1 മാസം പോലും നിൽക്കാതെ 2 ആഴ്ച കഴിഞ്ഞിട്ടില്ല. അപ്പോഴേക്കും എന്താ ഓളെ കാണാനില്ലെന്ന് കരുതിയിട്ട് ഈ എന്തിനാ പോണത്? അനക്കിവിടെ ഉമ്മ ഉണ്ട്, എൻ്റെ സഹോദരങ്ങളുണ്ട്, എൻ്റെ പെണ്ണുങ്ങളും കുട്ടികളും ഉമ്മയും ബാപ്പയും എല്ലാവരും ഉള്ള സ്ഥിതിക്ക് ഇജിപ്പോൾ തിരിച്ചു പോവുക? അപ്പം ഞങ്ങളൊന്നും എനിക്ക് വേണ്ടേ? ഓളെ മതിയോ? ഐഷുമ്മയുടെ ആ ചോദ്യത്തിന് മുമ്പിൽ നവാസ് ഒരു നിമിഷം ഞെട്ടി. അതെ, ഉമ്മയുടെ ആ ചോദ്യം, അവളെ മാത്രം നിനക്ക് മതിയോ, ഞങ്ങളൊന്നും വേണ്ടേ, അതൊരു ചോദ്യം തന്നെയാണ്. ശരിയാണ്, അല്ലെങ്കിൽ ഓളെ കാണാനുള്ളത് വിചാരിച്ചിട്ട് ഞാനിപ്പോൾ എന്തിനാ പെട്ടെന്ന് തിരിച്ചു പോകുന്നത് എന്നുള്ള ചിന്തയും അവൻ്റെ മനസ്സിൽ വന്നു. പക്ഷേ ആ ഒരു ഉദ്ദേശത്തിലാണല്ലേ വന്നത്. അത് നടക്കാതെ വന്നപ്പോൾ ഓളോളം ഇഷ്ടം പോലെ ആരുടെ കൂടെ പോയതാണെന്നറിഞ്ഞപ്പോൾ മനസ്സ് വല്ലാതെ അങ്ങ് ചടച്ചു പോയി. വേണ്ടില്ലായിരുന്നു ഈ വരവ് എന്ന് വരെ തോന്നിപ്പോയി. എൻ്റെ കുഞ്ഞിനെ വിചാരിച്ചിട്ടാണ്. എന്നാൽ ഐഷുമ്മ പറഞ്ഞു, എങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്, ഈ 2 പിഞ്ച് മക്കൾ, ഇതാ ഇവിടെ ഒരു പൈതൽ, ഈ പൈതലിനൊക്കെ വിട്ടിട്ട് പോവുക? അല്ല, അനക്കെൻ്റെ ഷോപ്പും കാര്യം മാത്രം മതിയോ? മനുഷ്യന്മാരൊന്നും വേണ്ടേ? ഞാൻ അറിയാത്തോണ്ട് ചോദിക്കുകയാണ്. മതിയോ? അനക്ക് എൻ്റെ പെണ്ണുങ്ങൾ 2-3 മക്കൾ, ഇതാ മക്കളെ മുഖത്ത് നോക്കിയിട്ട് എനിക്കിട്ട് പോകാൻ തോന്നുന്നുണ്ടോ? ഓളെ കാണാൻ വിചാരിച്ചു കണ്ട് ഇത്ര പെട്ടെന്ന് ഈ പോണോ? നവാസ് ഒന്നും മിണ്ടിയില്ല. എന്നാൽ ഷമ്മാസ് പറഞ്ഞു, ഉമ്മ വേണ്ട. നവാസ്ക്കാകെ ടെൻഷനിലാണ്. അദ്ദേഹത്തിൻ്റെ മനസ്സാകെ പതറിയിരിക്കുന്നു. അവരുടെ ജീവിതത്തിലേക്ക് ഓരോ കാര്യങ്ങൾ വരുന്നത് കൊണ്ട് തന്നെ അതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ട ഉമ്മ. ഷമ്മാസ് ഉമ്മയെ ആശ്വസിപ്പിച്ചു, ഇല്ല മോനെ, ഒന്നും ഉണ്ടായിട്ടില്ല. അല്ലേ, ഓൻ പോവുകയെന്ന് പറഞ്ഞപ്പോൾ അവനെ കണ്ടു പൂതിയിട്ടിട്ടില്ല. ഞാനും എൻ്റെ പെറ്റ് തള്ളല്ലേ, ഇനിയും വിട്ട് ഓൻ പോവുകയാണല്ലോ. ആയിക്കോട്ടെ, അല്ലെങ്കിലും മക്കളൊക്കെ വലുതായി കഴിഞ്ഞാൽ ഉമ്മാരും പാപ്പാരൊന്നും വേണ്ടല്ലോ. ഒരാഴ്ച എൻ്റെ ഒപ്പം നിന്നിക്കണ എനിക്ക് ഖേദമില്ല. ഇത് പോവുകയാണല്ലോ. ഐഷമ്മ കരഞ്ഞുകൊണ്ടാണ് അത് പറഞ്ഞത്. എന്നാൽ നവാസ് പറഞ്ഞു, ഉമ്മ നിങ്ങൾ കരയല്ലേ. പിന്നെ എന്താ എൻ്റെ കുട്ടിയെ ഞാൻ പറയാം, അനക്ക് എൻ്റെ കൂട്ടുകുടുംബങ്ങളൊന്നും വേണ്ട. ഒരാൾ അങ്ങോട്ട് പോയി വിചാരിച്ച് കാണിച്ചപ്പോഴത്തേനും തിരിച്ചു പോവുക? ഓള് പണ്ടില്ലല്ലോ, പിന്നെ ഉണ്ടായതല്ലേ ഓള്.
എന്നാൽ നവാസ് തൻ്റെ ചെറിയ കുഞ്ഞിനെ എടുത്ത് വിതുമ്പി കരഞ്ഞു. ഈ കരയൊന്നും വേണ്ടടാ, ഒക്കെ ശരിയാവും. ആ ഇന്നേ നിങ്ങൾ അങ്ങോട്ട് പോയിക്കോളി. ഇന്ന് നിങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഇടങ്ങാറ്. ഫസീല, ഇന്ന് നിങ്ങളെല്ലാവരും കൂടി അവിടെ പോയി പാർത്തോളി ഒന്ന്. അതായിരിക്കും നല്ലത്. 2 ദിവസം അവിടെ നിൽക്കി, ആ ടെൻഷനൊന്ന് മാറുവോളം. ഉമ്മ, ഞാൻ പോകുന്നില്ല. അതെന്താടാ? ഒന്നുമില്ല, ഞാൻ ഇവിടെ നിന്നോളാം. ഞാൻ അങ്ങോട്ട് പോകണമെന്നില്ല. എൻ്റെ കുട്ടി, എനിക്ക് എന്ത് ചെറിയ കുട്ടികളെ മാരിജേ ഇങ്ങനെ ജ് വല്ലാത്തൊരു പുതുമന്നെ. ഫസിയെ ഒന്ന് കൊണ്ടുപോയിക്കോളി ട്ടാ. നിങ്ങളെല്ലാവരും കൂടെ പോയി പോരുന്നു, പുറത്തൊക്കെ ഒന്ന് ഇറങ്ങിപ്പോയി എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണാനൊക്കെ ഒന്ന് പോയിക്കാണ്ടി ഒന്നും ടൂർ അടിച്ച് പോരി 2 ദിവസത്തിന്. എന്നാലേ അവൻ്റെ മനസ്സൊക്കെ ഒന്ന് മാറുള്ളൂ. ഇജിപ്പൊന്നും ഉണ്ടല്ലോ പെണ്ണെടുത്തിയായിട്ട്. ഉമ്മ, നവാസ്ക എന്തൊക്കെയോ പ്രതീക്ഷിച്ചിരുന്നു സൗദിയുടെ കാര്യത്തിലൊക്കെ. ഞങ്ങൾ എന്തൊക്കെയോ നല്ല തമാശയൊക്കെ പറഞ്ഞ് സന്തോഷത്തോടു കൂടി ഇന്നലെ സ്റ്റേഷനിലേക്ക് പോയത്. എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും കണ്ടുപിടിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഉമ്മ, അത് പരാതി കൊടുത്തത് പിൻവലിച്ചു. ആ താത്താൻ്റെ വർത്താനം കേട്ടിട്ട്, കുഞ്ഞിക്കതിയാത്താൻ്റെ വർത്താനം അങ്ങനത്തെ രീതിയിലുള്ള വർത്താനമായിരുന്നു. സൗദ അങ്ങനത്തോളാണ് ഇങ്ങനത്തോളാണ്, അവൾ പല രീതിയിലും നടക്കണോളാണെന്നൊക്കെ പറഞ്ഞ് അവളെക്കുറിച്ച് ഓരോന്നും ഇങ്ങോട്ട് പറഞ്ഞുണ്ടാക്കിയിട്ട് കരഞ്ഞ് മെഴുകി. സത്യം പറഞ്ഞാൽ അത് കേട്ടതോടു കൂടി നവാസ്ഖാൻ്റെ മൂടൊക്കെ അങ്ങോട്ട് പോയി. ആ പരാതിയുടെ കടലാസ് വാങ്ങി കീറിയിട്ട് ബാസ്ക്കറ്റിലിട്ടിട്ടാണ് തിരിച്ച് ഞങ്ങൾ പോകുന്നത്. അതുകൊണ്ടാണ് നല്ല ടെൻഷനുണ്ട്. ഞാൻ പറഞ്ഞു കൂടെ ഒരുമിച്ച് ജീവിക്കുക. അങ്ങനെ എത്ര ആൾക്കാർ ജീവിക്കണേ? എനിക്കൊരു പ്രയാസമില്ലമ്മ അവളെ കൂടെ കൂട്ടണേന്. പക്ഷേ ഇത് കേൾക്കുമ്പോൾ മറ്റൊരാണുങ്ങളുമായിട്ടുള്ള ബന്ധം എന്ന് പറയുമ്പോഴേ നവാസ്കാക്ക് കലി അരിച്ച് കയറുകയാണ്. മോളെ, അത് ഇല്ലാതിരിക്കും. പിന്നെ നമുക്കാണേ പറ്റുമോ? അതാരായാലും ഉണ്ടാവും. സ്നേഹമുള്ള ഭാര്യയും ഭർത്താക്കന്മാരാകുമ്പോൾ അതൊന്നും പറ്റൂല. പിന്നെ അതുകൂടി കേട്ടതോടു കൂടിയാണ് ഓനാകെ ചടച്ചത് എന്ന് തോന്നുന്നുണ്ടല്ലേ? അതെ ഉമ്മ, സത്യേറ്റം. ഓനെ നവാസേ. നവാസ് കണ്ണീരോടെ ഉമ്മയുടെ അരികിലേക്ക്. ഉമ്മാൻ്റെ കുട്ടി ഇവിടെ ഇരുന്നാണേ, ഇവിടെ ഇരിക്കേ. എന്തോ ഉമ്മ? ഉമ്മാൻ്റെ കുട്ടി ഇങ്ങനെ സങ്കടം. ഇജ്ജെന്താ ഇങ്ങനെ? എനിക്ക് തീരെ ഒരു മനസ്സിന് ഉറപ്പില്ലല്ലോ. ഇങ്ങനെ നല്ലേനല്ലോ ഉമ്മ. കുറേ അനുഭവിക്കുമ്പോൾ ദേഷ്യവും സങ്കടമൊക്കെ കൂടും. എനിക്കിപ്പോൾ ആരോടൊന്നും എന്ത് ചെയ്യേണ്ട എനിക്കറിയണില്ല. എൻ്റെ പൊന്നാര കുട്ടിയെ, ആ കുഞ്ഞിക്കതിയാൻ്റെ വാക്ക് കേട്ട് വിശ്വസിക്കരുത്. അതെ, കുറ്റം പറയല്ല. തൊള്ള തുറന്നാൽ കളവ് പറഞ്ഞ ടീമുണ്ട്. ഓല വാക്കൊക്കെ കേട്ട് നമ്മളിങ്ങനെ സങ്കടപ്പെടാൻ നിരാശപ്പെടാൻ നിന്നാലെങ്ങനെ? ചെല്ലി എടി ഫസീല. ആ ഉമ്മ, മാറ്റിക്കോളി, പോയിക്കോളി. ഒരു ടൂറൊക്കെ എന്നിട്ട് പോയേരി. ഒരു റിസോർട്ടിൽ 2 ദിവസം റൂമൊക്കെ എടുത്ത് നിന്നുകാണ്ട് ഒന്നാണ്ട് എൻജോയ്മെൻറ്റ് ചെയ്തോളി. കുട്ടീനെ ഞാൻ നോക്കിക്കോളാം. കുട്ടീനെ ഞങ്ങൾ കൊണ്ടുപോകണ്ട. ഉമ്മ, കുട്ടി കുട്ടിക്ക് പാല് കൊടുക്കാനുള്ള ആൾ ഇവിടെയാണ്. നിങ്ങൾ പോയി 2 ദിവസത്തിനാണ് പുറത്തൊക്കെ പോയി ഒന്ന് എവിടെ വെച്ചാൽ പോയി, വയനാട്ടിക്കോ ഊട്ടിക്കോ മൈസൂർക്കോ എവിടേക്ക് വെച്ചാൽ പോയിക്കോളി. പോയിക്കാണ്ട് 2 ദിവസം ഒന്നാണ്ട് റിലാക്സായി വരി. അപ്പം ഒക്കെ ഉണ്ട് റെഡിയാവും. ഇതിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ കേൾക്കല്ലേ? പിന്നെ ആ പമ്പൂർന്നോളെ തൊള്ളിയത്തൊക്കെ കേട്ടുകാണ്ട് ഇവിടെ വന്ന് കരയാൻ നിന്നപ്പോൾ എങ്ങനെ? ഒരു മുത്ത മനുഷ്യനല്ലോന്, തീരെ ഒരു ഇതില്ല ഓനക്ക്. ഈ കുടുംബത്തിൻ്റെ മൂത്തതാണോനെ. മൂത്തോൻ ഉമ്മട്ടെന്നുള്ള വിളിച്ചാലോ ബാക്കിയുള്ളവരെന്തേക്കാലം? അതിനേക്കാൾ നല്ല ഷമ്മാസ് തന്നെയാണ്. ഓൻ അങ്ങനത്തെ നുള്ളുള്ളിയും കാര്യമൊന്നുമില്ല. ഓനുണ്ടെങ്കിൽ ഉള്ളിൽ ഒതുക്കി അവിടെ വെക്കും. ഒരുത്തി എന്തേലും പറഞ്ഞു എന്ന് വിചാരിച്ചു കാണ്ട് അതിങ്ങോട്ട് കേട്ട പാതി കേൾക്കാത്ത പാതി ഓനങ്ങോട്ട് മണ്ടിപ്പാഞ്ഞ് വന്ന് കാണ്ട് പോവുകയാണല്ലോ ഗൾഫിക്ക്. എന്താന്നില്ലേ? ഒന്നും ഇവിടെ നടക്കൂല. പുത്തൻ വീട് തറവാട്ടിൽ. ഫസീല, കുട്ടികളൊക്കെ കുളിപ്പിച്ച് മാറ്റിക്കോ. നവാസേ, ഒന്നാണ്ട് പോയിക്കോ. ഷാമോനെ, എൻ്റെ ആ പുതിയ വണ്ടിയാണ് കൊടുത്താളാ. ഉമ്മ, ഏത് വണ്ടിയെന്ന് വെച്ചാൽ എടുത്തോട്ടെ. ഇക്കാക്കൊന്ന് റിലാക്സ് ആയാൽ മതി. ഇഷ്ടം പോലെ വണ്ടി ഉണ്ട് നമുക്ക്. ഏത് വേണമെങ്കിലും എടുത്തോട്ടെ. പുതിയതോ വലുതോ ഏത് വേണമെങ്കിലും ഒന്നും കുഴപ്പമില്ല. ഇക്കാക്ക, നിങ്ങളൊന്ന് റെഡിയാവിട്ടോ. ഇങ്ങനെ ശരിയാവില്ല. എന്നാൽ അതാ ഷമ്മാസ് നവാസിനെ ആശ്വസിപ്പിക്കുന്നു. ഷാമോനെ, ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെയാടാ? എൻ്റെ പൊന്നാരിക്ക, ഞാൻ വന്നാൽ നിങ്ങൾക്കൊരു കട്ടുറും പോവില്ലേ നിങ്ങളുടെ ജീവിതത്തിൽ? നീ ഒന്ന് പോടാ. അല്ലേ, നിങ്ങളും ഫസീലെത്തിയ മക്കളും നല്ല രീതിയിലൊന്ന് ആസ്വദിച്ച് വരി. ചെല്ലി, നിങ്ങൾ പോയിക്കോളി. ഷാമോനെ, നിങ്ങളൊന്നുമില്ലാതെ ഞാൻ എവിടേക്കാണ് പോണത്? നിങ്ങളൊക്കെ ഇല്ലാതെ എന്നെക്കൊണ്ട് കഴിയൂല. നിങ്ങളും വരി, ഞമ്മക്കെല്ലാവർക്കും ഒന്ന് പോകാം. അതല്ലേ നല്ലത്. എന്നാൽ ഉമ്മ പറഞ്ഞു, എൻ്റെ പൊന്നാരക്കുട്ടി, ഈ പിഞ്ച് പൈതങ്ങളായിട്ട് ഇനിയിപ്പോൾ പോയിട്ടൊന്നും ഉണ്ടായിട്ടൊന്നല്ല. അതിപ്പോൾ ഒന്ന് പോയി പോരല്ലേ നടക്കുള്ളൂ. നിങ്ങൾ തൽക്കാലം ഒന്ന് പോയി പോരി, അതായിരിക്കും നല്ലത്.
എന്നാൽ കുഞ്ഞിനെ കൊണ്ടുപോട്ടെ. കുഞ്ഞിനെ കൊണ്ടുപോയിട്ട് അമ്മിഞ്ഞപ്പാൽ കൊടുക്കാൻ ഓളടുത്ത് ഇല്ലല്ലോ എൻ്റെ പൊന്നാര കുട്ടിയേച്ച്. എന്താണ് ഈ ആലോചിച്ചത് ഇങ്ങനെ? എന്നാൽ ഫസീല പറഞ്ഞു, ഉമ്മ അത് സാരല്ല, ഒരു ദിവസമൊക്കെയല്ലേ, ഞാൻ പാൽപ്പൊടി എന്തെങ്കിലും പിടിച്ച് കലക്കി എടുത്തോളാം, അത് കലക്കി കൊടുത്തോളാം കുഞ്ഞ് കരയുമ്പോൾ. എടി പിഞ്ച് പൈതലല്ലേ? ഉമ്മാക്ക് സമാധാനമില്ലായിരുന്നു. ഫസീല പറഞ്ഞു, അത് സാരല്ല ഉമ്മ, ഇപ്പം അങ്ങനെയൊക്കെ തന്നെയല്ലേ, ഐസിയുയിൽ കിടക്കുന്ന എത്ര കുട്ടികൾ മുലപ്പാലില്ലാതെ കഴിയുന്നുണ്ട് മോളെ. എന്നാൽ നുസൈബക്കും വല്ലാത്തൊരു സങ്കടം. ഉമ്മ അതെ, അവനായിരുന്നു കൂടുതൽ പാല് കുടിക്കൽ, മോൾ അത്ര കുടിക്കില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ആശ്വാസമാണ്. എൻ്റെ മാറിടത്തിൽ നല്ലോണം പാല് നിറയുമ്പോഴേ മോന് കുടിക്കുമ്പോഴും നല്ലൊരു സുഖമാണ്. മറ്റേത് വല്ലാത്തൊരു വേദന അനുഭവപ്പെടും എനിക്ക്. മോന് പോയി കഴിഞ്ഞാൽ ഞാൻ മോളെ സാരില്ല, ഏതായാലും പോയിക്കോട്ടെ. നുസൈബക്കും കുഞ്ഞിനെ വിടാൻ വലിയ താല്പര്യമില്ലായിരുന്നു. എന്നാൽ ഫസീല പറഞ്ഞു, എന്നാൽ എനിക്ക് കുഞ്ഞിനെ കൊണ്ടുപോകുന്നത് ഇഷ്ടമാണ്, മക്കൾക്കും ഇഷ്ടമാണ്. മക്കൾക്കിപ്പോൾ കുഞ്ഞിൻ്റെ കൂടെ നിന്ന് ശീലമായിട്ട് മക്കൾക്ക് വല്ലാത്തൊരു ഇഷ്ടം തോന്നുകയാണ്. കുഞ്ഞ് വേണമെന്ന് മക്കളും പറയുന്നുണ്ട്. എന്നാൽ നവാസ് പറഞ്ഞു, കുഞ്ഞിനെ എടുത്തോ, എന്നാൽ പോകാം. അങ്ങനെ അവർ ഒരു ലോങ് ടൂറ് പോവുകയാണ്. ഉമ്മ പറഞ്ഞു, പോയിക്കോട്ടെ, ഓലൊന്ന് റിലാക്സ് ആയി വരട്ടെ, ഓൻ്റെ മനസ്സിൽ പഴയതും ഉപ്പത്തതൊക്കെ ആയിട്ട് ഒന്നായിട്ടൊരു ഇടങ്ങാറുണ്ട്. അങ്ങനെ അവർ പോകുന്നു. ഷമ്മാസിനും നുസൈബക്കും മിസിരിക്കും എല്ലാവർക്കും അത് സന്തോഷമുള്ള കാര്യമായി. നവാസ് ഗൾഫിലേക്ക് പോകുന്നതിനേക്കാളും നല്ലത് അവർ ഇവിടെ ഒന്ന് റിലാക്സ് ചെയ്യാനും എൻജോയ്മെൻറ്റ് ചെയ്യുവാനും പോകുന്നതല്ലേ നല്ലത് എന്നായിരുന്നു അവർ വിചാരിച്ചത്. അങ്ങനെ അവർ പോയി. എന്നാൽ ഐഷമ്മ പറഞ്ഞിൻ്റെ പൊന്നാരെ വല്ലാത്തൊരു പുതുമ. അല്ല ഷാമോനെ, ഉമ്മാൻ്റെ കുട്ടിയൊന്നും ഇവിടെ വന്നാണേ. എന്തോ ഉമ്മ? ഓല് പോയിക്കോട്ടെ, ഓല് സന്തോഷത്തോടെ ഓല ആ മനസ്സത്തെ ആ മൈൻഡൊക്കെ ഒന്ന് മാറി ഇങ്ങോട്ട് വരട്ടെ. അല്ല, എൻ്റെ കുട്ടിക്ക് വിശ്വാസം ഉണ്ടോ കുഞ്ഞിക്കതയെ പറഞ്ഞ വാക്കിൽ? ഉമ്മ അവരിതെങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല, ഞാനൊന്ന് സാറിനെ വിളിച്ച് കാര്യങ്ങളൊന്നും കൂടി കൺഫേം ചെയ്യട്ടെ. അപ്പോൾ തന്നെ നജീബ് സാർ ഷമ്മാസിൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നു. ആരാ കുഞ്ഞേ? വല്ലാത്ത ആയുസ് നജീബ് സാർ. ഹലോ ഷാമോനെ, എന്തായടാ? എൻ്റെ പൊന്ന് സാറേ, വല്ലാത്ത ആയുസാണല്ലോ. ഞാൻ ഇതാ വിളിക്കാൻ ഫോൺ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഉമ്മ പറഞ്ഞു ഒന്നും കൂടി വിളിച്ച് നോക്ക് പോലീസിനെ. എന്താ ഏതൊക്കെ ഓൾക്ക് കുറച്ചൊക്കെ ഐഡിയ ഉണ്ടാവുമല്ലോ. സത്യടാ, നിൻ്റെ ജ്യേഷ്ഠന് ഇന്നലെ ആ പരാതി പേപ്പർ ഇവിടെ കീറി വേസ്റ്റ് ബാസ്ക്കറ്റിൽ നിക്ഷേപിച്ച് പോയപ്പോൾ ഞാൻ വിചാരിച്ചു അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ആ ഒരു വേദനയാണ് അത് കണ്ടത്. അവളോട് ഒത്തിരി ഇഷ്ടമുണ്ട് ഇപ്പോഴും, ആ ഇഷ്ടം പോയിട്ടില്ല. പക്ഷേ ഇതെല്ലാം കൂടി കേട്ടപ്പോൾ അവന് തലക്ക് ഭ്രാന്തി പിടിച്ച് ഇവിടുന്ന് ആ ഒരു ഫീൽഡിൽ ഇറങ്ങിപ്പോയതാണ്. ഷാമോനെ, അവന് പരാതി പിൻവലിച്ചു, ഓക്കെ, പക്ഷേ ഞാനിത് പിൻവലിക്കാൻ തയ്യാറല്ല. പക്ഷേ വെറും ഒരു പോലീസ് ഓഫീസറായ എനിക്ക് ഒരു പരാതി എഴുതി കൊടുക്കുന്നതിലും അർത്ഥമില്ലല്ലോ. ഷാമോൻ, നീ പരാതി എഴുതി കൊടുക്ക്, അല്ലെങ്കിൽ ഉമ്മ എഴുതി കൊടുക്കട്ടെ, അതായിരിക്കും നല്ലത്. എൻ്റെ നജീബ് സാറെ, മനസ്സിൽ ആഗ്രഹിച്ചത് മാനത്ത് കണ്ടു എന്ന് പറഞ്ഞ പോലെയല്ല, വല്ലാത്തൊരു എന്താടാ ഞാനും നീയടാ പൊട വന്നല്ലേ. ഞാനും നീയൊക്കെ മനസ്സിൽ ആഗ്രഹിക്കുമ്പോഴത്തേക്കും നമ്മളൊക്കെ മാനത്ത് കാണുമല്ലോ. നമ്മൾ പണ്ടേ അങ്ങനെ അല്ലായിരുന്നടോ. ശരിയാണടാ. അതെ, എന്നാലേ ഉമ്മ തന്നെ എഴുതി കൊടുത്തോട്ടെ, അതായിരിക്കും നല്ലത്. ഞാൻ ഉമ്മയും കൊണ്ട് ഇന്ന് സ്റ്റേഷനിൽ വരാം. വാ പോര്, കാരണം എന്തൊക്കെയോ ദുരൂഹതകൾ ഒളിഞ്ഞു കിടപ്പുണ്ട്. ഇത്രയൊക്കെ തന്നെയായിട്ടും ആ കുഞ്ഞിക്കതിയ എന്ന് പറഞ്ഞ ആ സാധനം ഉണ്ടല്ലോ, എത്ര ശിക്ഷ അനുഭവിച്ചിട്ടും നോ, അവർ സത്യം പറയാനേ തയ്യാറല്ല. അവർ എന്തൊക്കെയോ ഒരു ചുറ്റിക്കളി ഉണ്ട് അവർ തമ്മിലൊക്കെ. പിന്നെ നാളെ സത്താറ് ജയിലിൽ നിന്ന് ഇറങ്ങുകയാണ്. കാരണം അവന് നിരപരാധിയായിട്ട് വേണ്ടാത്ത രീതിയിൽ ഇല്ലാത്ത കുറ്റങ്ങൾ കൂട്ടിച്ചമച്ച് ഉണ്ടാക്കിയിട്ടാണ് അദ്ദേഹത്തെ ജയിലിലേക്ക് അങ്ങോട്ട് കയറ്റി വിട്ടത്. അതിനുള്ളതൊക്കെ അവരനുഭവിക്കേണ്ടി വരും. കാരണം ഒരാൾ വെറുതെ ഇല്ലാത്തൊന്നും പറഞ്ഞുണ്ടാക്കാനൊന്നും പറ്റില്ലല്ലോ. എന്തായാലും ഉമ്മാനെ കൂട്ടി നീ ഒന്ന് വാ സ്റ്റേഷനിലേക്ക് കേട്ടോ. എന്നാൽ നവാസും ഫസീലയും മക്കളും പോയതിന് ശേഷം ഷമ്മാസ് ഉമ്മയോട് പറഞ്ഞു, ഉമ്മ നമുക്കൊന്ന് സ്റ്റേഷനിലേക്ക് പോവാം. എന്നാൽ ഉമ്മ പറഞ്ഞു, ആയിക്കോട്ടെ മോനെ, ഞാൻ തയ്യാറാണ്, നടക്ക്, നമുക്ക് ഇപ്പം തന്നെയാണ് പോവാം, മക്കളെ ഒന്ന് പോയി വരാം. അങ്ങനെ നമ്മുടെ ഐഷമ്മയും ഷമ്മാസും സ്റ്റേഷനിലേക്ക് പോകുന്നു.
അല്ലാതെ ഇപ്പോൾ ആരൊക്കെ പരാതി എഴുതി കൊടുത്തിട്ട് ഓലെന്തേ കേൾക്കുമ്പോഴത്തേന് പരാതി പിൻവലിച്ച് വേസ്റ്റ് ബാസ്ക്കറ്റ് ഇട്ട് പോണോണ്ട് കാര്യമില്ലല്ലോ. നമ്മളൊന്നിനെ ഇറങ്ങിയാൽ അതിൻ്റെ കാരണം കണ്ടുപിടിക്കുക വേണം. ആ അങ്ങനെ അവർ യാത്രയിലാണ്. ഐഷുമ പറഞ്ഞു, എൻ്റെ പൊന്നാര മോനെ നവാസിന് തീരെ കെൽപ്പില്ല, ഓന് മനസ്സുറപ്പില്ല, ഒന്ന് അരു കൂടെ പോയ ഓൻ വിതുമ്പും. ഫസീൽ ഓരോന്ന് കാട്ടിക്കൂട്ടിയിട്ടൊക്കെ ഓന് ഒരു വാക്കുകളോട് മിണ്ടിരു ചീത്ത പറഞ്ഞിട്ടില്ലല്ലോ. ഓന് മനസ്സിങ്ങോട്ട് ഇടങ്ങാറയിക്കണ്. അതുകൊണ്ട് എല്ലാം കൂടി ഇങ്ങോട്ട് തലയിൽ കയറിയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. മനുഷ്യനെല്ലാം ഒന്നുമില്ല, ഓമനിച്ച് വളർത്തിയതാണ് അവനെ. നിങ്ങളൊന്നും ഞാൻ ഫൈസലിനായാലും അന്നായാലും സാജിനായാലും വല്ലാതെ ഓമനിച്ച് വളർത്തിയിട്ടില്ല. ഞമ്മക്ക് നമ്മളെ പുത്തൻ വീട് തറവാട്ടുക്ക് ആദ്യത്തെ ഒരു പേരക്കുട്ടി വന്നത് നവാസേനു. നവാസിന് നിലത്തും വെക്കാതെ തലയിലും വെക്കാതെ അങ്ങനെ വല്യമ്മായാലും വല്യപ്പായാലും എൻ്റെ ബാപ്പായാലും കൊണ്ടു നടന്നു. ആദ്യത്തെ ഒരു കൺമണിയല്ലേ. എങ്ങനെയെന്ന് വെച്ചാൽ അതുകൊണ്ട് തന്നെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓനക്ക് വല്ലാത്തൊരു സങ്കടവും വിഷമമാണ്. ഓനിങ്ങോട്ട് കരയും കുറേ. ഞാൻ പറയൻ്റെ പൊന്നാര കുട്ടി ഇങ്ങനെ ഒരു ആൺകുട്ടിയാണല്ലോ, ആൺകുട്ടികൾ ഇമ്മട്ടം കരയോ? ഇമ്മട്ടം ആൺകുട്ടികൾ കരയാൻ പാടുണ്ടോ? ആണുങ്ങൾ കരയാൻ പഴുന്നാലും എൻ്റെ കുട്ടീൻ്റെ മനസ്സിൽ ഓനോനാ പിടിച്ച് നിൽക്കൽ കഴിയൂല. ഓൻ്റെ കണ്ണുകൂടെ ഇങ്ങനെ കണ്ണുനീരൊഴുകുമ്പോൾ നെഞ്ച് പൊട്ടുൻ്റെ. ആദ്യമേ അങ്ങനെ തന്നെ എൻ്റെ കുട്ടി. പിന്നെ എൻ്റെ ജീവിതത്തിൽ അങ്ങനെയൊക്കെ ഉണ്ടായി. ഒരു സാധു മനുഷ്യന്മാരാകുമ്പോൾ അതിനനുസരിച്ച് പെണ്ണുങ്ങൾ കാട്ടിക്കൂട്ടുക. കുറച്ച് കെൽപ്പിൽ ഒന്നാണ് നിൽക്കുകയാണെങ്കിൽ രണ്ടടിയൊക്കെ ഒന്നാണ് കൊടുക്കണേ, അവിടെ അമർന്ന് നിന്നോളും ആരായാലും. അതിന് പോകാനും കാട്ടാനും ഉപദ്രവിക്കാനും നിൽക്കൂല. ഫസീലാനും കാട്ടിയിട്ടില്ല, സൗദനെയും കാട്ടിയിട്ടില്ല. അവരൊക്കെ നല്ല മട്ടത്തിന് കൊണ്ടുനടന്നുള്ളൂ. പിന്നെ സൗദനോട് അവസാനം പറഞ്ഞ ആ വാക്ക്, ഇജ്ജ് ഇവിടുന്ന് ഇറങ്ങുകയാണെങ്കിൽ ഇന്നെ കാക്കണ്ടട്ടോന്ന്, അത് പിന്നെ ഓൻ പറഞ്ഞേനെ. കാരണം എന്താ, അത് പറയാനുണ്ട് കാര്യമില്ല. ഓരോരുത്തരും ഇങ്ങനെ കാട്ടിക്കൂട്ടല്ലേ. പിന്നെ സൗദ കുറേ ഇടങ്ങാറൊക്കെ ആയിട്ട് എന്നാലും ഇങ്ങോട്ട് നമ്മൾ പിടിച്ച് കയറ്റി എങ്ങനെ വെച്ചാൽ ചെയ്തേക്കണ്. ഏതായാലും ഓൻ്റെ ഒരു വിളിയും തെളിയൊന്നും ഇല്ലേനല്ല. പിന്നെ ഓനാകെ മടുത്തീനത് ഇങ്ങോട്ടേ ഇടങ്ങാറായിനു. എൻ്റെ നവാസിന് നമ്മളങ്ങനെ നോക്കിയത്. എനിക്കെൻ്റെ എല്ലാ മക്കളെക്കുറിച്ചും ഇനിയിപ്പോൾ ഫൈസൽ അങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടി പോയിക്കണമെങ്കിലും ഫൈസലിൻ്റെ കാര്യത്തിൽ എനിക്കിപ്പോഴും വല്ലാതൊരു മനസ്സൊക്കെ ഇടങ്ങാറൊക്കെ ഉണ്ട്. എന്നാലും എനിക്ക് തോന്നുന്നു ഓനൊക്കെ എങ്ങനെയെങ്കിലൊക്കെ ഇങ്ങോട്ട് ഇതാവുന്നു. പക്ഷേ ഈ നവാസ് കരഞ്ഞു കഴിഞ്ഞാലൊക്കെ ഓന് ഭയങ്കര ഇടങ്ങാറാണ്, ഭയങ്കര പ്രയാസമാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. എല്ലാം കൊണ്ടും ഓനെ വല്ലാത്ത മനസ്സൊക്കൊരു ഇടങ്ങാറാണ്. അതാണ് എനിക്ക് ഓൻ്റെ കാര്യത്തിൽ. അതാണ് ഞാൻ പറഞ്ഞ നിങ്ങൾ പുറത്തേക്ക് പോയിക്കോളൂ. ഞാൻ എൻ്റെ കുട്ടീനോട് പറഞ്ഞേ കുറച്ച് ഏറിപ്പോയെന്നാവും. എനിക്ക് ഇമ്മുണ്ട്, സഹോദരങ്ങളുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്, എന്നിട്ട് എനിക്ക് ബലൊന്നും വേണ്ടേ? എനിക്ക് ഗൾഫും എൻ്റെ ബിസിനസ്സും മതിയോന്ന് ചോദിച്ചത്. മോനെ കുറച്ച് ഏറിപ്പോയതുകൊണ്ട് ഉമ്മ അത് ഏതൊരുമാരും ചോദിക്കണമെന്നല്ലേ. കാരണം വന്ന് 2 ദിവസം ആകുമ്പോഴത്തേനും ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കാമെന്നൊക്കെ പറയുമ്പോൾ ഉമ്മ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഏതൊരുമാരും ചോദിക്കുന്നതന്നെയാണ്. ഉമ്മ ചോദിച്ചിട്ടുള്ളൂ. മോനെ എനിക്ക് കുറച്ച് ഓവറായോന്ന് തോന്നുന്നു. എനിക്ക് എൻ്റെ കുട്ടിനെ പാവം തോന്നുകയാണ്. ഓൻ്റെ ഇടങ്ങാറോണ്ടേക്കാരെ അവിടെ പോയാൽ സമാധാനം ഉണ്ടാവുമായിരിക്കും. ഈ സൂപ്പർ മാർക്കറ്റിലത്തെ പണിക്കാരും ഓലെ മാനേജിങ്ങും കാര്യങ്ങളൊക്കെ ആകുമ്പോഴേ ആരും ഓനോട് ഇങ്ങോട്ട് എതിർത്തൊന്നും പറയില്ലല്ലോ. ഓനിപ്പോൾ മുതലാളിയായ സ്ഥിതിക്ക് ആ മട്ടത്തിന് ഗെറ്റപ്പിൽ ഇങ്ങനെ നടക്കല്ലേ ചെയ്യുക. അല്ലാതെ അപ്പോൾ ഇങ്ങോട്ട് എതിർത്ത് ആരൊന്നും പറയില്ല. അതുകൊണ്ട് തന്നെ അവന് സമാധാനം ഉണ്ടാവും. അതേക്കും സമാധാനം തേടി അവൻ പോകാൻ നിൽക്കണത്. ഏതായാലും പറഞ്ഞിട്ട് കാര്യമില്ല. ഉമ്മ സ്റ്റേഷൻ എത്തി തുടങ്ങി. ആയിക്കോട്ടെ, എനിക്ക് പോലീസിനോട് 2 വർത്താനം പറയാനുണ്ട്. അല്ല ശരിയാവില്ല. ഉമ്മ കുഞ്ഞിക്കതി ഹസീന് ലോക്കപ്പിലുണ്ട്. അവർ നിങ്ങളെ കണ്ട ഇറങ്ങി വരും, എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയും. എൻ്റെ പൊന്നാര കുട്ടിയെ എന്ത് പറഞ്ഞാൽ എനിക്കൊരു വിഷയമില്ല, പോരെ ഉമ്മ. അന്ന് നമ്മൾ അവിടെ വീട്ടിൽ നിന്നപ്പോൾ എന്തൊക്കെ അത് നമ്മൾ അവരെ വീട്ടിലേക്ക് ചെന്നതാണ്. അവർ പറഞ്ഞ് നമുക്ക് കേൾക്കാൻ പറ്റും. നമുക്ക് അവിടെ പോയി ചീത്ത തരാൻ പറ്റൂലല്ലോ. ഒരു വീട്ടിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ അതിനെ മര്യാദ കാണിക്കുക എന്നുള്ളത് അത് അവരെ കടമയാണ്. നമ്മളിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളെ പറ്റണില്ലേക്കും. അതുകൊണ്ടേക്കും എൻ്റെ ഉമ്മ ഇനി ഒന്നും എൻ്റെ പൊന്നാര കുട്ടിയെ ആ കാര്യത്തിലൊന്നും ബേജാറാണ്ട. അങ്ങനെ അത് സ്റ്റേഷനിലേക്ക് വണ്ടി കയറ്റി നജീബ് സാർ അതാ പുറത്തേക്ക് വന്നു. ഷമ്മാസ് വരുന്നുണ്ട്. ഷഹർബാൻ, ഷമ്മാസും ഉമ്മയും വരുന്നുണ്ട്. ആ ഉമ്മയും ഒന്ന് അപ്പോഴേക്കും ഷഹർബാൻ ഓടിച്ചെന്നു. ഉമ്മ കയറിക്കൊള്ളി. സ്നേഹത്തോടെ അവരെ കൈ പിടിച്ചു കൊണ്ടുവന്നു. പൊന്നാര കുട്ടിയെ ഏതായാലും ഉമ്മ ഇരിക്കി. അങ്ങനെ അതാ ക്യാബിനുള്ളിലേക്ക് ഷമ്മാസും ഉമ്മയും ഇരുന്നു. എന്തോ ഉമ്മ വന്നതിൻ്റെ കാരണം? പൊന്നാര മോനെ, എനിക്കിപ്പോൾ എൻ്റെ ഷാമോനെ പോലെ തന്നെ എണിച്ച്. അപ്പോൾ സാറേന്ന് വിളിക്കാൻ എനിക്കൊരു ഇടങ്ങാറുണ്ട്. എന്നാലും ഞാൻ വിളിക്കാം. കാരണം സാറേന്ന് വിളിക്കണമെങ്കിൽ നമ്മക്കാളും കുറച്ച് ഒരിതും എനിക്ക്. പക്ഷെ എൻ്റെ കുട്ടിനെ പോലെ തോന്നുന്നു. എൻ്റെ പൊന്നുമ്മ സാറേ ഒന്ന് വിളിക്കണം, മോനെ ഒന്ന് വിളിച്ചാൽ മതി.
കുട്ടിയെ എനിക്ക് അങ്ങനെ തന്നെ ഇഷ്ടം. കുട്ടിയെ മോനെന്നൊക്കെ ഞാൻ വിളിക്കുള്ളൂ, പോലീസുകാരാണെങ്കിലും. എനിക്ക് സാറേ എന്ന് വിളിക്കുമ്പോൾ ഒരു ഗതികേടാണ്, അതുകൊണ്ടാണ് കേട്ടോ. മോളെ ഷെഹർബാൻ പോലീസിനെ വിളിക്കും. ആ ഉമ്മ, എന്താ നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും പറഞ്ഞോളൂ. പൊന്നു മോനെ, ഞാൻ ഒരു പരാതി എഴുതി തരണം. എൻ്റെ മരുവോള് സൗദയെ കാണാനില്ല. ഓള് പുത്തൻവീട് തറവാട്ടിക്കൊക്കെ വരാനൊക്കെ വന്നീനു, പിന്നെ ഓള് തിരിച്ചു പോയി. ഏതൊക്കെ എനിക്ക് വല്ലാത്തൊരു ഐഡിയ ഒന്നുമില്ല. ആശുപത്രിയിലൊക്കെ കിടന്നീനു, കുറച്ച് സുഖമില്ലാതെ വയറുവേദനായിട്ട് ഒരു ആശുപത്രിയിൽ കൊണ്ടുപോയി. അവിടുന്ന് അങ്ങോട്ട് വയ്യാതായിട്ട് പിന്നെ വേറൊരു ആശുപത്രിക്ക് കൊണ്ടുപോയി. ഉമ്മ വന്നു, മെൻ്റലി പ്രോബ്ലം ആണ്, അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞു കണ്ടൊക്കെ ആണത് ഓള് പോയത്. ഏതായാലും അതൊന്നുണ്ട് എഴുതിയെടുത്തോടി. പിന്നെ എനിക്ക് പരാതി ഉണ്ട് ഓളെ കാണാനില്ലാത്തതിൽ. ദുരൂഹത ഉണ്ട് നല്ലോണം. ദുരൂഹതയുള്ള സാഹചര്യത്തിലാണ് കാണാനില്ല. അതായത് അപ്പോൾ എനിക്ക് അങ്ങനെ വിട്ടു. എൻ്റെ മോൻ ഇവിടെ വന്ന് പരാതി തന്നീനു അല്ലേ? ആ അതേ വന്നിരുന്നു. അത് അവർ തന്നെ പരാതി അവർ പിൻവലിച്ചാൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അന്വേഷിക്കാൻ പറ്റില്ല. നിങ്ങൾ പരാതി തന്നാൽ മാത്രമേ അന്വേഷിക്കാൻ പറ്റുള്ളൂ, അതൊരു സത്യമാണ്. പിന്നെ ഉണ്ടല്ലോ, നിങ്ങൾക്ക് എന്തെല്ലാം രീതിയിൽ പരാതി കൊടുക്കാൻ കഴിയും അതൊക്കെ ഇവിടെ എഴുതി കൊടുത്തോളൂ, നമ്മൾക്ക് എന്താ ചെയ്തോളാം. ഇതന്നെയാണ് എൻ്റെ പരാതി. എൻ്റെ മരുമകൾ സൗദയെ, അതായത് എൻ്റെ മൂത്ത മകൻ്റെ രണ്ടാമത്തെ ഭാര്യ നവാസിൻ്റെ രണ്ടാം ഭാര്യ സൗദയെ കാണാനില്ല. ദുരൂഹതയുണ്ട്. എൻ്റെ മരുമകളെ പെട്ടെന്ന് കണ്ടെത്തി സഹായിക്കാൻ ഞാൻ അപേക്ഷിക്കുന്നു. പുത്തൻവീട് തറവാട്ടിൽ ഐഷുമ്മ. ഒപ്പ്. സാറേ ഇതാ ഉമ്മ. കഴിഞ്ഞോ? പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? അല്ല എന്നിട്ട് നവാസ് എവിടെ പോയി? പൊന്നു മോനെ, ഞാൻ അങ്ങോട്ട് ടൂർ അന്വേഷിക്കണം, എവിടെയെങ്കിലും ഒന്ന് പോയി വരാൻ. മറ്റേ മനസ്സിൽ ഇടങ്ങാറായിട്ടേ. ഉമ്മ, പിന്നെ ഉമ്മാക്ക് ബന്ധുക്കളെ കാണണ്ടേ? ഉമ്മാൻ്റെ ബന്ധുക്കൾ ഇവിടെ കുറച്ചുണ്ടല്ലോ. അത് ശരി, ഒന്ന് കണ്ടുവരാം. ഏതായാലും ഇവിടെ വന്നതല്ലേ. അങ്ങനെ ഏതാ ഐഷുമ്മ നേരെ ലോക്കപ്പിനടുത്തേക്ക് നജീബ് സാർ ഐഷുമ്മയെ കൊണ്ടുപോകുന്നു. ഷമ്മാസ് കുറച്ച് പിറകിലായി നിന്നു. അവൻ മുന്നോട്ട് പോയില്ല. ലോക്കപ്പിൽ കിടക്കുന്ന കുഞ്ഞിക്കതിയ ഐഷുമ്മയെ കണ്ടത് തുറിച്ചു നോക്കി. ഇതിപ്പോൾ ഐഷുമ്മല്ലേ? അല്ല, എന്ത് കാണാൻ വന്നത്? ഐഷുമ്മ, എൻ്റെ സൗദ എവിടെ? നിങ്ങളെ സൗദേ? അതെന്താ നിങ്ങളെ സൗദായി? എൻ്റെ മരുമകൾ സൗദ എവിടെ? ഓളെ കാണാനില്ലല്ലോ. എൻ്റെ പൊന്നാര ഐഷുമ്മ, നിങ്ങളോട് പറയാൻ, നിങ്ങളെ മരുമകൾ എന്ന് പറഞ്ഞ എൻ്റെ മോള് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, പിഴച്ച സാധനമാണ്. എവിടെ പോയി ചിട്ടിക്കണ് ഓളെ എന്തിനാ അന്വേഷിച്ച് കണ്ടുപിടിച്ചണ്? നിങ്ങൾ അതിന് വേണ്ടി വന്നതാ? എനിക്ക് ആവശ്യമുണ്ട്. ഓൾക്കൊരു കുട്ടി ഉണ്ടല്ലോ അവിടെ. കുട്ടി ഉണ്ടെങ്കിലും ചട്ടി ഉണ്ടെങ്കിലും ഒന്നും കാര്യമില്ല. ഓളതിനെ നോക്കൂല. ഓള് വല്ലപ്പോഴും ആരപ്പെങ്കിലൊക്കെ ഇക്കാരേ അത് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് എനിക്ക് അന്വേഷിക്കാനേ പോതില്ല. ശരിക്കും കുഞ്ഞിക്കതിയ അതേ വർത്താനം തന്നെയാണ് നവാസിനോടും പറഞ്ഞത്. എന്നാൽ ഐഷുമ്മ പറഞ്ഞു, അല്ല പിന്നെ ഉറപ്പാണോ ഇത്? അല്ലാതെ കുഞ്ഞിക്കതിയ എവിടേക്കും കൊണ്ടുപോയിട്ടോന്നല്ലല്ലോ, ഓളെ പറഞ്ഞയച്ചോന്നല്ലല്ലോ. ഐഷുമ്മയുടെ ചോദ്യം കേട്ട് ശരിക്കും കുഞ്ഞിക്കതി ഞെട്ടി. അതെ, ഇവിടെ വന്നുകൊണ്ട് നിങ്ങൾ ഓരോന്ന് വിളിച്ച് പറയണ്ട പരീത്തെ പോലെ. ഇവിടെ നിങ്ങളെയും പിടിച്ച് ഇതിൻ്റെ ഉള്ളിൽ ഇടലേക്കാരം. പിന്നെ നല്ലോണം പോലീസിൻ്റെ അടുത്ത് നിന്ന് കിട്ടണത് വാങ്ങേണ്ടി വരും. ഞങ്ങൾ അത്യാവശ്യം കിട്ടി കണ്ടിരുന്ന് നീൽച്ചിക്കണ്. കയ്യും കാലും മേനിയും പമ്പർന്നോളി ഇറങ്ങിപ്പോയിനിപ്പോൾ ഞങ്ങളെ പിടിച്ച് ഇവർ പോലീസിലിട്ടിട്ട് എന്തിനാ? ഇവർ ലോക്കപ്പിൽ എന്ത് കാര്യത്തിലാണ് ഇട്ടിക്കണേ എനിക്കറിയില്ല. ഇതിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഒരു പരാതി കൊടുക്കുന്നുണ്ട്. ആവശ്യമില്ലാതെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞുകാണ്ട്. മോളോളെ ഇഷ്ടത്തിന് പോയിന് ഓളെ ഉമ്മാനെ അഞ്ചത്തിനൊക്കെ ഇങ്ങനെ ലോക്കപ്പിലിട്ട് ഉപദ്രവിക്കല അവരെ പണി. ശരിക്കും കുഞ്ഞിക്കതിയ ഉറക്കെ വിളിച്ച് പറയുന്നു. പെട്ടെന്ന് ഷെഹർബാൻ, ഹേയ് പ്ലീസ് ഷട്ടപ്പ് യുവർ മൗത്ത്സ്. ഇതൊരു സ്റ്റേഷനാണ്, നിങ്ങൾ വായിട്ടിളക്കാനുള്ള സ്ഥലമല്ല. മാന്യമായിട്ട് സംസാരിക്കണമെങ്കിൽ സംസാരിക്കാം, അല്ലെങ്കിലുണ്ടല്ലോ എൻ്റെ മുഷ്ടി ചുരുട്ടി നിങ്ങളെ മുഖത്തിനടക്കം തരും. എൻ്റെ പൊന്നു സാറേ, മുഖം നായിട്ട് നീലിച്ച് കഴിഞ്ഞേക്കണം. നിങ്ങൾ ഇടിയോണ്ട് ഇനി ആവൂല. ഞാൻ പറഞ്ഞു എന്ന് മാത്രം. എൻ്റെ മോളെ ചെറ്റത്തരൊന്നും പറയാൻ ഞാൻ പറ്റൂലല്ലോ. ഓളെ അമ്മായിമ്മേണത്, എൻ്റെ മോളെ അമ്മായിമ്മേണത് ഐഷുമ്മ, പുത്തൻവീട് തറവാട്ടത്തെ. ഓലെങ്ങനെ വെച്ചാൽ ഓളെ നോക്കുന്നുണ്ട്. പക്ഷേ ഓൾക്ക് പറ്റിയില്ല. ഓള് കണ്ടോൻ്റെ കൂടെ പോയി. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഒരു പിഞ്ചു കുട്ടിയുണ്ട്. കുട്ടിനെയും കൂടി ഇട്ടെറിഞ്ഞിട്ടാണ് ഓള് പോയത്. ഒരിക്കലും ഓൾ അന്വേഷിച്ച് കണ്ടുപിടിക്കരുത്. അതാണ് ഞാൻ പറഞ്ഞത്. അന്വേഷിച്ച് കണ്ടുപിടിച്ചാൽ ഓൾ ഇനിയും എന്താട്ടും പഴയ സ്വഭാവം എടുക്കും.
എന്നിട്ട് പിന്നെ ഓളെ സ്വഭാവം അറിയായിട്ട് നിങ്ങൾക്ക് അതെ പെരിയിലൊക്കെ എത്ര ആൾക്കാരായിട്ട് ഓള് വരലെന്നോ. ഷട്ടപ്പ് മതി, അതൊക്കെ ഇവിടെ എഴുതി കഴിഞ്ഞു. ഇനി തൽക്കാലം ഒന്നും പറയണ്ട, അവിടെ അടങ്ങി ഒതുങ്ങിയിരിക്കുക. പിന്നെ കോടതിയിൽ കേസൊക്കെ വരുമ്പോഴേ സത്താറ് വിളിപ്പിക്കും നിങ്ങളെ എന്തൊക്കെ തന്നെയാലും. അപ്പോൾ കോടതിയിലൊന്ന് കയറേണ്ടി വരും. എന്നിട്ട് അതിനുള്ള വിധിയും കാര്യങ്ങളൊക്കെ പ്രഖ്യാപിക്കും. ഷഹർബാൻ അത് പറഞ്ഞപ്പോൾ പൊന്നുൻ്റെ പോലീസേ, എന്തിനാ ഞങ്ങളഞ്ഞ് ജയിലിൽ കയറ്റണ്? ജയിലിൽ കയറ്റില്ല, കുറച്ചു കാലം ഒരു നിരപരാധിയെ ജയിലിൽ കയറ്റിയില്ലേ? നിങ്ങൾ തന്നെ ചതിച്ചിട്ട്. അപ്പോൾ അതിൻ്റേതായിട്ട് നിങ്ങൾക്കൊന്ന് അനുഭവിക്കണ്ടേ, ടേസ്റ്റ് അറിയണ്ടേ? അറിയാഞ്ഞാൽ പറ്റൂലല്ലോ. എന്താ ഞാൻ ചെയ്യാം? എന്നാലേ ജയിലിൽ കയറ്റണമെങ്കിൽ ഇതവളെ കയറ്റിയാൽ മതി. ഇവളാണ് ഓൻ കെട്ടീൻ്റെത്. ഞാനാണ് പുറത്തിറങ്ങിക്കോളാം. എന്നാൽ ഹസീന അത് കേട്ട് ഞെട്ടി. ഉമ്മ, നിങ്ങളെന്തേ പറയണത്? സ്വന്തം മക്കളാരെങ്കിലും ജയിലിൽ കയറ്റാനൊക്കെ പറയുമോ? ഉമ്മമാരല്ലേ കയറല്? ആടി, ഞാൻ കയറിയിട്ട് ഇങ്ങോട്ട് എനിക്ക് ഇങ്ങോട്ട് സുഖിക്കണം അവിടെ, അതിനും വേണ്ടിയിട്ടല്ലേ. അവിടെ ഞാൻ വിട്ടു തരൂല എനിക്ക്. ശരിക്കും കുഞ്ഞിക്കതിയുടെ വാക്ക് കേട്ട് ഹസീന വരെ ഞെട്ടി. ഇങ്ങനെ ഒരു ഉമ്മമാരോ? ഉമ്മ, ഞാൻ പോവില്ലട്ടോ, ഞാനൊന്നും ചെയ്തിട്ടില്ല. നിങ്ങളാണ് ഇതിൻ്റെ പിന്നിൽ. നിങ്ങളാണ് എന്നെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുവാൻ വേണ്ടി പ്ലാൻ ചെയ്തതും സൗദിയെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ പ്ലാൻ ചെയ്തതും ഞങ്ങൾ കല്യാണം കഴിച്ചതും. പിന്നെ കേസ് കൊടുക്കാൻ പറഞ്ഞ നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ കിടന്നോളി ജയിലിൽ. എന്നാൽ അതാ കുഞ്ഞിക്കതിയും ഹസീനയും ചെറിയൊരു വാക്കുതർക്കം. എന്നാൽ ഐഷുമ്മ അത് കേൾക്കുന്നു. അതെ, നിങ്ങളെ ഇതിനുള്ളതും തല്ലുകൂടിക്കാണ്ട് ഓരോന്ന് കാട്ടിക്കൂട്ടണ്ട. സത്യം പുറത്ത് പറഞ്ഞാൽ കുഞ്ഞിക്കതിയാ, ഞാൻ ഇപ്പം തന്നെ എന്നോട് ഈ പോലീസിനോട് ഇവിടെ വിടാൻ പറയാം. എനിക്ക് ഒരു വിചാരണയും കോടതി ഉണ്ടാവില്ല. പിന്നെ മറ്റേതൊക്കെ ഓള് സത്താറും ഭാര്യയും ക്ഷമിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊന്നും വരൂല. അതൊക്കെ ഞാൻ പറഞ്ഞോളാം. അതല്ല, നിങ്ങൾ ഈ കളവ് പറഞ്ഞ് നടക്കുകയാണെങ്കിൽ ഇതിമേലൊന്നും ഒതുങ്ങൂലത്. അത് ഇതിനേക്കാളും വലിയ കേസായി കണ്ട് പോകും. എന്തേ? കാര്യങ്ങൾ സത്യം തുറന്ന് പറഞ്ഞോളി. എൻ്റെ സൗദ എവിടെ? നിങ്ങളെ സൗദേ? ഞാൻ പറ്റിയ മോള് നിങ്ങളുടെ എങ്ങനെയാണ്? ആയിക്കോട്ടെ, നിങ്ങളെ മോള് സൗദ എവിടെ? അത് ഞാൻ ചോദിക്കണത്. ഞാൻ മാനമര്യാദയിൽ ചോദിക്കുകയാണ്. ഈ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങി ശീലമൊന്നും എനിക്കില്ല. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. അതായത് നിങ്ങൾ വെറുതെ ഇടിയും കുത്തും കൊണ്ട് ഇവിടെ നിൽക്കണ്ട. നിങ്ങളെ കണ്ണും മോറൊക്കെ പറ്റ നീലിച്ചിക്കണ്, കണ്ണൊക്കെ ചെറുതായിക്കണ്. എങ്ങനെ കുഞ്ഞിക്കതി അവിടെ നിന്ന് അത്രയും ഇടിയല്ലേ കിട്ടണത്? അതെ, കുഞ്ഞിക്കതിയൊക്കെ അറിയാൻ തുടങ്ങി. കാര്യമൊന്നും വേണ്ട, നിങ്ങൾ സത്യം തുറന്ന് പറഞ്ഞോളി. സത്യം തുറന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേഗം രക്ഷപ്പെടാം. ഞാൻ നിങ്ങളോട് ഇവിടെ വന്ന് പറഞ്ഞത് നിങ്ങളോടുള്ള അല്പെങ്കിലും മനസ്സിനുള്ളൊരു സ്നേഹം ഉണ്ടായിട്ടാണ്. എത്രയായാലും എൻ്റെ നവാസിൻ്റെ അമ്മായിമല്ലേ നിങ്ങൾ. കാര്യങ്ങൾ സത്യം പറഞ്ഞോളി. ഒരിക്കലും നിങ്ങൾക്കൊന്നും പറ്റൂല. ഞാൻ നിങ്ങളോട് അത്രക്കും ക്ഷമാപണത്തോടു കൂടിയാണ് പറയണത്. സത്യം പറഞ്ഞോളി. പെട്ടെന്ന് ഷമ്മാസ്, ഉമ്മാ മതി പോര്. മോനെ, ഞാൻ ഇവരോടൊരു കാര്യം പറയാണ്. ഉള്ള സത്യം പറഞ്ഞ ഓലോട് ഞാൻ ഇപ്പം തന്നെ നജീബ് സാറോട് പറഞ്ഞിട്ട് ഇവിടുന്ന് ഇറക്കി വിടാൻ പറഞ്ഞോളാം. പക്ഷെ ഓല് പറയില്ല. എൻ്റെ പൊന്നൈഷുമ്മ, ഞങ്ങൾ എങ്ങനെ ഇതിലേറെ സത്യം പറയാൻ ഇനി എന്താ? എന്നാൽ അതിനിടയിൽ ഹസീനയും അവരും തമ്മിൽ ഒരു മുറുമുറുപ്പ്. അതി സത്യം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലേ പിന്നെ ഇപ്പം എന്താവും? ഒക്കെ വീട്ടിൽ കിട്ടുന്ന പൈസ അവിടെ നിൽക്കും, എല്ലാം നിൽക്കും. പിന്നെ സുഖസുന്ദരമായി ജീവിക്കാനൊന്നും കഴിയൂല. നമ്മളാ ചെറിയ പെരയ്ക്ക് പോകേണ്ടി വരും. ആ അവസ്ഥ തന്നെ വരും. ശിക്ഷ അനുഭവിച്ചാലും മാട്ടില്ല. കുറച്ച് ദിവസം, അത് കുറച്ച് ദിവസമേ ജയിലിലിടുള്ളൂ. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഉള്ളിൽ കയറിയാൽ നല്ല സുഖമൊക്കെ തന്നെ, തിന്നാനും കുടിച്ചാനൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും എന്ന് പറഞ്ഞേക്കാം. അത് കഴിഞ്ഞിട്ട് ഇറങ്ങണം. നമുക്ക് ഇറങ്ങി നമ്മളെ പെരയ്ക്ക് പോകണം, നല്ല വട്ടത്തിൽ ജീവിക്കണം. അതെ, ഞാനില്ല കേട്ടോ നിങ്ങൾ ജയിലിൽ പോകാനൊന്നും. ഹസീന ഉമ്മയുടെ നേർക്ക്. അതെന്താടി, അതിന് വലിയ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്കും ആർത്തി തീരുന്നില്ലല്ലോ, നിങ്ങൾക്കത് കിട്ടാൻ വേണ്ടിയിട്ടല്ലേ അതൊക്കെ. എടി 10-50 ലക്ഷം ഉറുപ്പ്യാണ് പോലും അവിടെ നിന്ന് എടുത്ത് കൊടുക്കുന്നത്. ഇനിയും ഉണ്ട് കുറച്ചും കൂടി. അത് ഞാൻ ഒളിപ്പിച്ച് വെച്ചേക്കണേ. അതൊന്നും അറിയില്ലറ്റ നിങ്ങൾക്ക്. ഉമ്മ, അതേ, നിങ്ങൾ സ്വകാര്യം പറഞ്ഞോളി, കുഴപ്പമില്ല. നിങ്ങൾ രണ്ടാൾ എന്താ വെച്ചാൽ പറഞ്ഞോളി. ഞാൻ നിങ്ങളോട് പറയാനുള്ളത് പറഞ്ഞു. സത്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് പുറത്തിറങ്ങാം. കളവ് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ജയിലിലും കയറാം. അത് നിങ്ങൾക്ക് നിങ്ങളിഷ്ടം പോലെ. പൊന്നൈഷുമ്മ, ഇതിനും വലിയ സത്യം എനിക്ക് ഞാൻ പറയാനില്ല. അതെ, ഞങ്ങളെ മോള് സൗദ എവിടേക്കോ ആരുടെ കൂടെ പോയതാണ്. ഞാനത് അന്വേഷിക്കാൻ നിന്നിട്ടില്ല, ഒന്നിനും നിന്നിട്ടില്ല. അതെ എനിക്ക് പറയാനുള്ളൂ. കുഞ്ഞിക്കതിയ അതേ വാക്കിൽ തന്നെ ഉറച്ചു നിൽക്കുകയായിരുന്നു. എന്നാൽ ഐഷും ഒരിക്കൽ കൂടി പറഞ്ഞു, പൊന്നാരൻ്റെ
കുഞ്ഞിക്കതിയ സത്യം പറഞ്ഞോ, അന്നെ ഈ നിമിഷം ഇവിടുന്ന് ഇറക്കി നിങ്ങൾക്ക് സുഖമായി ജീവിക്കാം. അതല്ല എങ്കിൽ ഒക്കെ നഷ്ടപ്പെട്ടു കേട്ടോ, പറഞ്ഞില്ല എന്ന് വേണ്ട. എന്നാൽ കുഞ്ഞിക്കതിയെ കരയുകയായിരുന്നു. ഐഷുമ്മ നിങ്ങളോട് എങ്ങനെ ഞാൻ കളവ് പറയുമോ? എനിക്കതിന് കഴിയുമോ? ആയിക്കോട്ടെ, എന്നാൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ, സത്യം ഇതാണെങ്കിൽ അത് നടക്കട്ടെ. അങ്ങനെ ഏതാ ഐഷുമ്മയെ ഷമ്മാസ് വിളിക്കുന്നു. ഉമ്മ മതി പോരി, പറയാനുള്ളതൊക്കെ പറഞ്ഞില്ലേ? ആ പൊന്നു മോനെ, ഞാൻ പറയാനുള്ളത് പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഈ നിമിഷം എനിക്ക് ഇവിടുന്ന് ഇറങ്ങി പോകാമെന്ന് പറഞ്ഞു. ആ ഉമ്മയും മോളും തൊള്ളീന്ന് ഇടത്തിട്ട് നാവ് വലത്ത് കിട്ടിയില്ല. അതന്നെ അറിയില്ല തന്നെ ഓല് പറയണത്, അല്ലാതെ എന്തെങ്കിലും ചെയ്തു ഒന്നും പറയണില്ല. ഓല് ഇഷ്ടമുള്ളവരൊപ്പം പോയിട്ടുണ്ടാവും, അതന്നെ പറയണത്. ഞാൻ അങ്ങനെ തന്നെ നിൽക്കട്ടെ. എന്നാൽ ഈ സമയം ഐഷുമ്മ, മോനെ നജീബ് സാറേ. ഉമ്മ, എന്നാലേ എൻ്റെ പരാതി ഒപ്പിട്ട് ഞാൻ തന്നിക്കണിട്ട് നിങ്ങൾ അന്വേഷണം തുടങ്ങിക്കോളേ. ആയിക്കോട്ടുമ്മ, ഓക്കെ. ഷമ്മാസ് എന്നാലും ഓക്കെ. ചായ ഒന്നും വേണ്ട, പോലീസ് സ്റ്റേഷനിൽ വന്നു കണ്ടിപ്പോൾ ചായ അല്ലേ, അതിനിപ്പോൾ എന്താ, നോ പ്രോബ്ലം. എന്നാലും അവർക്കൊന്ന് സത്യം പറഞ്ഞ് ഞങ്ങൾ പരമാവധി ഞങ്ങൾക്ക് ഒരാളെ ശിക്ഷിക്കണം നിർബന്ധമല്ല. പക്ഷെ അവർ പറയാഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണേ, ഉണ്ട് അവർക്ക് എന്തൊക്കെയോ ദുരൂഹതകൾ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. എന്തായാലും ഷമ്മാസ് അന്വേഷണം ആരംഭിക്കുകയാണ് കേട്ടോ. ഓക്കെ. അങ്ങനെ ഏതാ ഐഷുമ്മയും ഷമ്മാസും പോലീസ് സ്റ്റേഷനിൽ നിന്നിറങ്ങി. ഐഷുമ്മയുടെ പരാതി സ്വീകരിച്ച് അന്വേഷണം ആരംഭിക്കുമോ? ആരംഭിച്ചു കഴിഞ്ഞാൽ അതെ, ഒരു പക്ഷേ എല്ലായിടത്തും അന്വേഷണം എത്തും. അങ്ങനെ സൗദിയെ കണ്ടുപിടിക്കുകയും ചെയ്യും. കള്ളികളെല്ലാം പുറത്താകും. ആ നിമിഷം കുഞ്ഞിക്കതിയുടെയും ഹസീനയുടെയും ശിക്ഷാവിധികൾ എന്തായിരിക്കും? അവർ എന്ത് ചെയ്യും? നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.